ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നത് കണ്ടാലോ. ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ വീഡിയോ. ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും എൻ്റെ അല്ല, എല്ലാം നൗഫിയുടെയാണ്. പിന്നെ എൻ്റെ ഒരുക്കം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണെന്ന്. അല്ല, വെറുതെ വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്നപ്പോൾ ഒരുങ്ങുന്ന ഒരുക്കാണിത്. വെറുതെ ഒരു പണിയില്ലാതെ രാത്രി കുത്തിയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുങ്ങാൻ തോന്നും. അങ്ങനെ തോന്നി ഒരുങ്ങുന്നതാണ്. ആ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അത്ത എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് വഴക്കാരാണ്. മുഖത്ത് ഇങ്ങനെ സാധനങ്ങൾ വാരിയിട്ട് മുഖം നശിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി റെഡി ആവുന്നതിന് എന്തൊക്കെ കേൾക്കണം. എന്തൊക്കെ കേട്ടാലും ഞാൻ ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ആദ്യം ഞാൻ എന്തോ മോയ്സ്ചറൈസർ പോലത്തെ എന്തോ ഒരു ക്രീം വരെ തേച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിരുന്ന BB ക്രീം എല്ലാം കൂടിയാണ് വാരി തേച്ച് കൊടുത്തത്. പിന്നെ എൻ്റെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ അടിച്ചടിച്ച് എല്ലാം കൂടി മുഖത്താക്കി. ഇനി ബ്ലഷ് ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ബ്ലഷ് ഇല്ല. നൗഫിയുടെ ലിപ്സ്റ്റിക് ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഒന്നും നമ്മുടെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പാടില്ല. ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് വേറെ വഴിയില്ല. കുറച്ചധികം ലിപ്സ്റ്റിക് വരിക കണ്ണിലും ഇവിടെ. ഇത് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമില്ല. ഇട്ടിട്ട് കുറച്ച് കൂടിപ്പോയാൽ ബ്ലഷും ഇത് തന്നെ മതി. വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോയിലൂടെ തന്നെ സംസാരിക്കാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ അതങ്ങോട്ട് മാറ്റാൻ നിന്നില്ല, അത് തന്നെ അങ്ങ് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം ലിപ്സ്റ്റിക് എടുത്ത് ഞാൻ ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും വരി തേച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുറത്തു പോകാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ വാരി തേക്കാറില്ല. ഇപ്പം അകത്തിരുന്ന് ചുമ്മാ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഇത്രയും വാരി. അത്യാവശ്യം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് കണ്ണെഴുതാൻ അറിയത്തുള്ളൂ. ഈ വാലിട്ടെഴുതുന്ന പരിപാടി എനിക്ക് അറിയത്തേ. എന്നിട്ടും ഞാൻ എൻ്റെ ഇല്ലാത്ത ധൈര്യം വെച്ച് വാലിട്ട് തന്നെ അങ്ങ് കണ്ണെഴുതാൻ നോക്കി. അല്ല, മുടിയൊന്ന് വെറൈറ്റി ആയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയൊക്കെ നോക്കിയതാണ്. പക്ഷെ നന്നായിട്ടൊന്ന് കൊളായിപ്പോയി. അവസാനം എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ കിട്ടിയങ്ങ് വെച്ച്. കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കും, കാരണം എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി വരും. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ചെറുതായിട്ടൊന്ന് ട്രാൻസിഷൻ ചെയ്താണ്, പക്ഷെ അവിടെ നന്നായിട്ടൊന്ന് ചീറ്റി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ അല്ല, നൗഫിയുടെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെറൈറ്റി പിടിച്ചതാണ്, പക്ഷെ ചീറ്റിപ്പോയെന്നൊരു സംശയമൊക്കെ ഉണ്ട്. ചെറുതായിട്ട് നോക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും വലുതായിട്ട് നോക്കുമ്പോൾ എന്തോ കോമഡി ആയെന്നൊരു സംശയം. അപ്പോൾ ഓക്കെ, ബൈ.